അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ ജിമ്പിൻ്റെ ട്യൂട്ടോറിയലാണിത്. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാമെന്നാണ്. ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളും ഐഡിയ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തംബ്നെയിലും അതേപോലെ തന്നെ പോസ്റ്ററും ബാനറൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാം. ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പൂർണ്ണ രൂപം. അതുപോലെ തന്നെ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് ആൻഡ് കോമ്പോസിറ്റിംഗ് ടൂളാണ്. ഇത് വിൻഡോസ്, ലിനക്സ്, മാക് ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് വളരെ സ്പെക്ക് കുറഞ്ഞ കമ്പ്യൂട്ടർ ആണെങ്കിലും വർക്ക് ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഫയൽ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് നിങ്ങൾ ഫയൽസിൽ ന്യൂ പോവുക. അവിടെ ഇങ്ങനെ തുറന്ന് വരും. അതിൽ ഡീഫോൾട്ടായിട്ട് 9020x1080 ആണ് വരിക. ഇത് ഫുൾ HD സൈസാണ്. പക്ഷേ 16:9 ആസ്പെക്റ്റ് റേഷ്യോ വരുന്ന HD സൈസും നമുക്ക് എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിൻ്റെ ഫയൽ സൈസ് കുറവായിരിക്കും. മാത്രമല്ല തംബ്നെയിലിന് അത്രയും ക്വാളിറ്റി മതി. ഇനി നിങ്ങൾ തംബ്നെയിൽ ഉപയോഗിക്കുന്ന ഫൂട്ടേജൊക്കെ കറക്റ്റ് അതിൽ ഫിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫുൾ HDയിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് 1280x720 സെറ്റ് ചെയ്ത ശേഷം ഓക്കെ അടിക്കുക. ഓക്കെ, നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഒരു ലെയറാണ് ഇവിടെ വരിക. ഇത് 1280x720 ഉള്ള ഒരു ലെയറാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ ആ കളറിലാണ് ഈ ലെയർ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത്. ആ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതെങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ലെയറിൽ മൊത്തം ഒറ്റ കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൂള് ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഫോർഗ്രൗണ്ട് കളർ ഏതാണോ അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനാവും. അതായത് ഈ ലെയറിലെ കളർ മാറ്റാനാവും. ഇനി ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു ലെയറാണ്. അതായത് ഇതിൽ 2 കളേഴ്സ് ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കളർ എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ കാണിക്കും. കാരണം അത് യൂണിഫോം അല്ല, എല്ലാ സ്ഥലത്തും ഒരേ കളറല്ല. ഇതെങ്ങനെ ഈ ബക്കറ്റ് ടൂൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തെ കളറിന് പകരം നമ്മൾ സെലക്ട് ചെയ്ത കളറ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത ഭാഗത്തുള്ള കളറ് മാത്രമാണ് മാറുന്നത്. അതുകൊണ്ടാണ് ഈ കളറ് മാറാത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് കളറല്ല ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടിയിലത്തെ ലെയർ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ലെയറിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറേ ടൂൾസ് ഉണ്ട് ഇവിടെ ഫ്രീ സെലക്ട് ടൂളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ടൂൾ എന്ന് വെച്ചാൽ പാർട്സ് ടൂളാണ്. പാർട്സ് ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് സൂം ഇൻ ചെയ്യുക. എന്നിട്ട് ഈ ബോർഡറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടിരിക്കുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കർവ് ഉണ്ടാക്കാനാവും. ഇങ്ങനെ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ കറക്റ്റ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാനാവും. ജസ്റ്റ് സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റിൻ്റെ അതേ ബോർഡറിൽ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാനാവും. എന്നിട്ട് ജസ്റ്റ് ഈ ഹാൻഡിൽ വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും. ഈ നോഡിൻ്റെ ഇപ്പുറത്തുള്ള ഈ 2 ഹാൻഡിലിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ തെറ്റായ സ്ഥലത്താണ് ക്ലിക്ക് ചെയ്തെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോഡ് പോവും. അതേപോലെ തന്നെ രണ്ടാമത് തുടരണമെങ്കിൽ ജസ്റ്റ് കൺട്രോൾ കീ ഞെക്കി പിടിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും തുടങ്ങാം. ഇനി എന്താ എഡിറ്റ് ചെയ്യാനുണ്ട്, കൺട്രോൾ കീ ഞെക്കി പിടിച്ചിട്ട് നോഡിൽ തൊടുക. എന്നിട്ട് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് അവസാനത്തെ നോഡിൽ രണ്ടാമതും പോയി കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് തുടങ്ങാം.
ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോഡ് പോയിട്ട് ജസ്റ്റ് കൊണ്ടുപോയിട്ട് കൺട്രോൾ കീ ഞെക്കി പിടിച്ച് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് സെലക്ഷൻ ആവും. സെലക്ഷനായിട്ട് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാണുന്ന മൂവ് ടൂളിലേക്ക് പോവാം. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ മെനുവിൽ എഡിറ്റ് പോയിട്ട് ജസ്റ്റ് എഡിറ്റ് പോവുക. എന്നിട്ട് കോപ്പി ചെയ്യുക. അതുപോലെ എഡിറ്റ് പോയിട്ട് പേസ്റ്റും ചെയ്യുക. അങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ആവും. അതായത് പേസ്റ്റഡ് ലെയർ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്നുള്ള അത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ക്രിയേറ്റ് എ ന്യൂ ലെയർ ആൻഡ് എഡിറ്റ് ഇറ്റ് എന്നുള്ള ഈ ബട്ടൺ ഞെക്കിക്കണ്ടേ അതൊരു ലെയറായിട്ട് മാറും. ഇനി എന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെന്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റണമെങ്കിൽ അൺഡു ചെയ്യേണ്ടി വരും. അതിന് പകരം ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ പിന്നെ നമുക്കത് മാറ്റം വരുത്തണേ ആ കോപ്പിയിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ അടിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് കളേഴ്സ് പോവുക, സാച്ചുറേഷനിൽ പോയിട്ട് ഫുള്ള് കുറയ്ക്കുക. അങ്ങനെ വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതേപോലെ തന്നെ ഇത് ബ്ലർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫിൽറ്റേഴ്സ് പോവുക, അതിൽ ബ്ലറിൽ പോയിട്ട് ഗാസിയൻ ബ്ലറാണ് പൊതുവെ ഉപയോഗിക്കൽ. പക്ഷേ നിങ്ങൾക്ക് ഏത് ബ്ലർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ലെൻസ് ബ്ലറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബ്ലറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സബ്ജക്റ്റിന് ബോർഡർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ സബ്ജക്റ്റിനെ ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആൽഫ ടു സെലക്ഷൻ അടിക്കുകയാണ്. ആൽഫ ടു സെലക്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിന് ചുറ്റും സെലക്ഷൻ വന്നാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് എന്നുള്ള ഈ മെനു പോയിട്ട് ഗ്രോ അടിക്കുക. ഇവിടെ ഇപ്പോൾ 10 എന്നാണ് കാണിക്കുന്നത്, 10 പിക്സൽ. അതെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ സെലക്ഷൻ കുറച്ച് വലുതാവും, അതായത് 10 പിക്സൽ വലുതാവും. ഞാൻ ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്റ്റിന് അതായത് 1280x720pക്ക് 10 പിക്സൽ വലുതായാൽ മതി. നിങ്ങൾ ഫുൾ HD ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സൈസ് കൂട്ടാം. ഇവിടെ 10 എന്നുള്ള 15 ആക്കുക, അതുപോലെ 20 ആക്കുക. ഞാനിത് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ സെലക്ഷൻ കുറച്ച് വലുതായി. ഇനി ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ ലെയർ അടിക്കുകയാണ്. അവിടെ ഫില്ല് വിത്തുള്ള ട്രാൻസ്പാരൻസി ആക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോർഗ്രൗണ്ട് കളറ് വൈറ്റ് ആക്കുകയാണ്. ശേഷം എഡിറ്റിൽ പോയിട്ട് ഫില്ല് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ഇത് വന്ന് കാണാം. എന്നിട്ട് സെലക്റ്റിൽ നൊൺ അടിച്ചാൽ അത് പോവും. അതിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള ബോർഡർ വന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ കളറൈസ് ചെയ്തിട്ട് വേറൊരു കളറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാനാവും. ഇപ്പോൾ വെള്ള ലെയർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബോർഡർ അല്ല ഷാഡോ ആണ്, ഡ്രോപ്പ് ഷാഡോ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സബ്ജക്റ്റിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് പോവുക. ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഓപ്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലൈവായിട്ട് പ്രിവ്യൂ കാണാം. ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലറും കിട്ടും. അതും കുറച്ചുകൂടി നല്ല രീതിയിൽ സബ്ജക്റ്റിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇനി ബോർഡറിൽ ഈ ബ്ലർ കൊടുക്കുന്ന ചിലർ ഈ ബോർഡറിൽ ഈ ബ്ലർ കൊടുക്കുന്ന ഒരു ഇത് കാണാറുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. അത് നമ്മുടെ ബോർഡർ ക്രിയേറ്റ് ചെയ്ത ലെയറിൻ്റെ താഴെ കൊണ്ടുപോവുക. എന്നിട്ട് ബോർഡർ ക്രിയേറ്റ് ചെയ്ത ലെയർ കൊണ്ടുപോയിട്ട് ആൽഫ ടു സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് സെലക്റ്റിൽ ഗ്രോ അടിക്കുക. എന്നിട്ട് 10 അടിക്കുക വീണ്ടും. എന്നിട്ട് ഞാനിവിടെ വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ യെല്ലോ കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ എഡിറ്റിൽ ഫിൽ വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. എന്നിട്ട് ഞാൻ സെലക്റ്റിൽ നൊൺ അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ബ്ലർ പോയിട്ട് ഗാസിയൻ ബ്ലർ കൊടുക്കുക.
എന്നിട്ട് അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി അതുപോലെ ഫിൽറ്റേഴ്സ് കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മേലെ ഒപ്പാസിറ്റി എന്നുള്ളത് കുറച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇവിടെ ഈ സബ്ജക്റ്റിന് ബോർഡർ കൊടുത്ത പോലെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനും ബോർഡർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ എ അടിക്കുക. കൺട്രോൾ എ അടിച്ചാൽ അതായത് സെലക്റ്റിൽ ഓൾ അടിക്കുക. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് ചുറ്റും ഈ സെലക്ഷൻ വന്ന് കാണാം. ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാനൊന്ന് ചെന്ന് സെലക്ട് പോവുക. സ്ട്രിംഗ് എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 10 എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് 10 എന്ന് കൊടുക്കുക. വീണ്ടും സെലക്റ്റിൽ വരിക, ഇൻവേർട്ട് അടിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ തന്നെ ആക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ പോയിട്ട് സെലക്റ്റിൽ എഡിറ്റിൽ പോയിട്ട് ഫില്ല് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അടിക്കുകയാണ്. ഫില്ല് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ച ശേഷം സെലക്റ്റിൽ അടിക്കുകയാണ്. എന്നിട്ട് ഈ ലെയർ ഞാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ നേരെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മഞ്ഞ ബോർഡർ ഇവിടെ വരുന്ന കാണാം. ഇനി ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനാവും. ഞാൻ വീണ്ടും കൺട്രോൾ എ അടിച്ചിട്ട് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ സെലക്റ്റിൽ സ്ട്രിംഗിൾ എന്നുള്ളതിന് പകരം 20 അടിക്കുകയാണ്. 10ന് പകരം 20 അടിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വന്നിട്ട് ബോർഡർ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇവിടെ 5 കൊടുക്കുകയാണ്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സെലക്ഷൻ വരും. എന്നിട്ട് വീണ്ടും നമ്മൾ എഡിറ്റിൽ ഫില്ല് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബോർഡറിൻ്റെ ഉള്ളിലും വേറൊരു ബോർഡർ വരും. അങ്ങനെ നിങ്ങൾക്ക് 2 ബോർഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട്. ഇതിന് ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് കൊടുക്കാമെന്നാണ് നോക്കുന്നത്. അതിന് ജസ്റ്റ് ഇവിടെ ഈ ടൂൾ ബോക്സിൽ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്ന് വരും. നിങ്ങൾക്ക് ജസ്റ്റ് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ബിഗ് ബണ്ണി എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ കളർ മാറ്റാനോ നിങ്ങൾക്ക് വേണ്ട കളർ മാറ്റാം. അതിന് കൺട്രോൾ എ അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കേണ്ട കളർ മാറുന്ന കാണാം. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ട് സൈസ് എന്നുള്ള കൂട്ടി കൊടുക്കുക. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൂട്ടുക. എന്നിട്ട് ജസ്റ്റ് മൂവ് ടൂളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ ലെയർ ഇവിടെയാണ്, താഴെയാണ് വന്നിട്ടുള്ളത്. അത് ഏറ്റവും മേലെ ആക്കി കൊടുത്തിരിക്കേണ്ട ഏറ്റവും മേലെ വരും. എന്നിട്ട് ജസ്റ്റ് ഈ ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവെക്കുക. ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഇനി ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാവും. അതിന് ജസ്റ്റ് പുതിയൊരു ലെയർ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ റെക്റ്റാങ്കിൾ സെലക്ട് ടൂള് ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ വരച്ച ശേഷം ഈ ഇവിടെ ടൂൾസിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടഡ് കോർണേഴ്സ് ആക്കാനാവും. ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് കോർണറുള്ള റെക്റ്റാങ്കിളിൻ്റെ പകരം റൗണ്ടഡ് ആയിട്ടുള്ള കോർണറുള്ള റെക്റ്റാങ്കിൾ വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കുകയാണ്. ശേഷം എഡിറ്റിൽ ഫില്ല് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അടിക്കുകയാണ്, ഫോർഗ്രൗണ്ട് കളർ അടിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഇത് വന്നു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ടെക്സ്റ്റിനും ബോർഡർ കൊടുക്കുക. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് പോയിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനാവും. അപ്പോൾ അങ്ങനെയാണ് ചില ബേസിക്കായിട്ട് തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ
ഈ ഫ്രീ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഡിലീറ്റ് അടിച്ചു. ഡിലീറ്റ് അടിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആൽഫ ചാനൽ ആഡ് ചെയ്യണം, എന്നിട്ട് ഡിലീറ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ബ്ലൂ കളറൈസ് എഫക്റ്റ് പോയിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേറെ കളറാക്കാം. ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ വീണ്ടും കളറൈസ് പോയിട്ട് നമുക്ക് വേണ്ട ഒരു കളറാക്കുകയാണ്. ഞാനിപ്പോൾ റെഡാണ് ആക്കുന്നത്, റെഡാക്കി. എന്നിട്ട് ഇവിടെ നമുക്ക് വേറെ എന്താ ആഡ് ചെയ്യുക, എന്താ ടെക്സ്റ്റോ അല്ലെങ്കിൽ ലോഗോയോ എന്ത് വേണേൽ ആഡ് ചെയ്യാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനാവും. അപ്പോൾ യൂട്യൂബ് തമ്മിലും പോസ്റ്ററും മറ്റുമൊക്കെ തയ്യാറാക്കാൻ ജിംപിലും പറ്റും. നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാനാവും. മാത്രമല്ല ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. ഇത് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ എല്ലാ കമ്പ്യൂട്ടറിലും ഒരുവിധപ്പെട്ട എല്ലാ ഹാർഡ്വെയറും ഇതിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.